ഹലോ മൈ ഫ്രണ്ട്സ്, ലെസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ ഒരു സ്പെഷ്യൽ പോസ്റ്റാണ് കേട്ടോ. എന്താണെന്നോ, നമ്മൾ വെറുതെ കളയുന്ന കോഴിമുട്ടയുടെ തോടുണ്ടല്ലോ, അത് വെച്ച് നമുക്ക് ഒത്തിരിയും സൗന്ദര്യ സംരക്ഷണ ടിപ്സ് ചെയ്യാൻ സാധിക്കും കേട്ടോ. നമ്മളിപ്പോൾ എന്താ ചെയ്യണേ, മുട്ട എടുത്തു കഴിഞ്ഞാൽ നമ്മളത് പുറത്തോട്ട് കളയും, അതല്ലെങ്കിൽ എന്തെങ്കിലും ചെടിയുടെ ചുവട്ടിലിടും, അങ്ങനെയൊക്കെ നമ്മൾ അത് ചെയ്യുന്നത്. പക്ഷേങ്കിൽ ഇത് നമ്മൾ നന്നായിട്ട് കഴുകി പൊടിച്ച് നല്ല അരിച്ച് അവിടെ വെച്ചിരുന്നാലുണ്ടല്ലോ, സൂപ്പറാണ്. നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിനും മുടി സംരക്ഷണത്തിനും അതുപോലെ നമ്മുടെ മുഖത്തെ ഡെഡ് സ്കിന്നൊക്കെ പോയി എക്സ്ഫോലിയേഷനാണ്, മുഖം ക്ലിയർ ആവുന്നതിനും എല്ലാത്തിനും വളരെ എഫക്റ്റീവായിട്ട് ഇത് ഉപയോഗിക്കാം കേട്ടോ. ഇത് എടുത്തു പറയാനുള്ള, ഇതിൽ അടങ്ങിയിരിക്കുന്ന എഗ്ഷെൽ മെമ്മറൈൻസ് എന്ന് പറയും. നമ്മളിങ്ങനെ ഇത് മുട്ട പൊട്ടിച്ച് കഴിയുമ്പോൾ ആ തൊണ്ടിൻ്റെ അകത്ത് ഇങ്ങനെ പൊളിഞ്ഞു പോരുന്ന ഒരു ഭാഗമുണ്ടല്ലോ, ഒരു പാട, അതാണ് ഈ മെമ്മറൈൻസ് എന്ന് പറയുന്നത്. ഇതിൽ ഒത്തിരി വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട്. അതുപോലെ മുട്ടയുടെ തൊണ്ടിൽ നിറയെ കാൽസ്യം ഇപ്പം നമ്മൾ വാങ്ങിക്കഴിക്കുന്ന കാൽസ്യത്തെക്കാളും എളുപ്പം ഈ കാൽസ്യം, ഇത് കാൽസ്യം കാർബണേറ്റാണ്. ഇത് നമുക്ക് ദഹിപ്പിക്കാൻ ശരീരത്തിനും കഴിവുണ്ട്. അതിലും ഏറ്റവും നല്ലതാണ് ഈ മുട്ടത്തൊണ്ടിലുള്ള കാൽസ്യം എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരും ഇനി ഇത് കളയരുത്, ഇത് നിങ്ങൾ എടുത്തു വെക്കണം. പിന്നെ ഈ മുട്ട എഗ്ഷെൽ മെമ്മറൈൻസിൻ്റെ ഒരു ഗുണം എന്താണെന്നോ, നമ്മുടെ കോശങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൽസിൻ്റെ വളർച്ചയ്ക്കും, സെൽസിൻ്റെ വളർച്ച എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിൻ നന്നാവുമല്ലോ, പുതിയ സ്കിൻ വരൽ, സെൽസിൻ്റെ ഡാമേജ് പോകുന്നതിനും അതുപോലെ റിപ്പയർ ചെയ്യുന്നതിനും എല്ലാത്തിനും ഈ എഗ്ഷെൽ മെമ്മറൈൻസ് ഏറ്റവും നല്ലതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കോശങ്ങൾ, നല്ല പുതിയ കോശങ്ങൾ വരുമ്പോൾ എന്താ, നമ്മുടെ യൗവനം പുതിയതായിട്ട് വരല്ലേ, നമ്മുടെ ഏജിങ് പ്രോസസ്സ് സ്ലോ ആകും. അതുകൊണ്ട് ഇത് ഇനി ഒരിക്കലും നിങ്ങൾ കളയരുത് കേട്ടോ. പിന്നെ ഇതിൽ ധാരാളം കോലാജനുണ്ട്, അത് നമ്മുടെ സ്കിൻ ടൈറ്റ് ആവുന്നതിനും അതോടൊപ്പം തന്നെ സ്കിന്നിൽ ഇലാസ്റ്റിസിറ്റി നിലനിർത്തുന്നതിനും പുതിയ സ്കിൻ വരുന്നതിനും UV റേസ് തടയുന്നതിനും എല്ലാത്തിനും ഇതിലടങ്ങിയിരിക്കുന്ന കോലാജൻ നല്ലതാണ്. അപ്പോൾ ഇത്രയും ഗുണങ്ങളുള്ളൊരു സാധനമാണ് നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുന്നത്. പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആകുമ്പോൾ സെൽസിലും ടിഷ്യൂസിലും എല്ലാം ഉണ്ടാകുന്ന ഡാമേജുകൾ അല്ലേ, അതുപോലെ UV റേസ് മൂലം നമ്മളുടെ ശരീരത്തിലും മുഖത്തുമൊക്കെ ഉണ്ടാകുന്ന ഡാമേജുകളൊക്കെ നമുക്ക് തടഞ്ഞു നിർത്തുന്നതിന് കേട്ടോ, ഒരു പരിധി വരെ നമ്മൾക്കത് ഗുണം ചെയ്യും. ഈ ഒരു പാക്ക് നമ്മൾ മുഖത്ത് മാത്രമല്ല, നമുക്കിപ്പോൾ ഇതൊരു സോപ്പിന് പകരം ഉപയോഗിക്കാം. നല്ല എക്സ്ഫോലിയേഷനാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സോപ്പിന് പകരവും നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങുന്ന മുട്ടയുടെ തൊണ്ടിനും ഈ ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യണം നമ്മുടെ വീട്ടിൽ കോഴി ഇടുന്ന മുട്ട, അങ്ങനെ ചുവന്ന മുട്ട ഒക്കെയാണ് നമ്മൾ പ്രിഫർ ചെയ്യണം. പക്ഷെ എല്ലാ മുട്ടയിലും പണ്ടൊക്കെ ഞാൻ ഒത്തിരി വായിച്ചിട്ടുണ്ട്, വെളുത്ത മുട്ടയിലും ചുമന്ന മുട്ടയിലൊക്കെ ഗുണങ്ങളൊക്കെ തുല്യമാണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ ഒന്നും തിരഞ്ഞെടുക്കും. പിന്നെ ചുമന്ന മുട്ട കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ലത്, അത്ര തന്നെ കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നോ, 2 എഗ്ഷെൽ എടുക്കുക, മുട്ട പൊട്ടിച്ച് നന്നായിട്ട് കഴുകണേ, അതിൻ്റെ അകത്തും എഗ് വൈറ്റും അതുപോലെ തന്നെ മഞ്ഞൊന്നും പാടില്ല. അപ്പോൾ അത് നന്നായിട്ട് കഴുകി ഉണക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓവനിൽ വെച്ച് ഉണക്കാം, നല്ലതായിട്ട് ഡ്രൈ ആയി കിട്ടുമല്ലോ. എന്നിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട്, ഇപ്പോൾ എഗ്ഷെല്ല് പൊടിക്കണ മെഷീനുണ്ട് കേട്ടോ, ആമസോണിൽ ഇന്നാൾ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ച് അരിച്ചെടുക്കണം. അരിച്ച് നല്ല നൈസ് പൊടിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം, ഇത് വാങ്ങാനും കിട്ടും, ആമസോണിലൊക്കെ വാങ്ങാനും കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമുക്കിത് പൊടിച്ച് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു നേരം ആണെങ്കിൽ നമുക്ക് 2 മുട്ടയുടെ തൊണ്ട് മതി. ഇനിയിപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് ഇത് ഉണക്കി പൊടിച്ച് അരിച്ച് നൈസ് പൊടിയാക്കി ഒരു കവറിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്ന എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പം എൻ്റെ മുഖത്തിടാനായിട്ടുള്ള ഈ പാക്ക്, അത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നല്ല ഓയിലി സ്കിന്ന്, അതുപോലെ തരുതരാന്ന് മുഖത്ത് നിറയെ കുരുക്കൾ, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് എന്ന് വേണ്ട എല്ലാ പ്രശ്നങ്ങളും, സ്കിൻ ഡ്രൈ ആവുക, ഇങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ലൊരു
പാക്കാണ് ഞാനീ പറയുന്നത് കേട്ടോ. ഇതിന് നമുക്ക് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 മുട്ടയുടെ തോടെടുക്കുക, നന്നായിട്ട് ഉണക്കി പൊടിച്ച് അരിച്ച് നൈസ് പൗഡറാക്കുക. അതിലേക്ക് 1 എഗ് വൈറ്റ് ബീറ്റ് ചെയ്തിടുക. ഓക്കെ, 1 എഗ് വൈറ്റും കൂടെ ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കടലമാവിൻ്റെ പൊടിയോ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ എന്തെങ്കിലും ഇടാം. മുൾട്ടാണി മിട്ടി ഒന്നും ഇട്ടില്ലേലും നോ പ്രോബ്ലം. ഇത് മാത്രം നിങ്ങൾക്ക് ഇടാം. അത് കഴിഞ്ഞ് നിങ്ങൾക്കൊരു പെട്ടെന്ന് ഉണങ്ങുമല്ലോ, 5-8 മിനിറ്റ് കഴിയുമ്പോൾ ചെറിയ ചൂടുവെള്ളത്തിൽ കേട്ടോ, ലൂക്ക് വാം വാട്ടറിൽ വാഷ് ചെയ്യുക. ഇത് ആഴ്ചയിൽ 1 ദിവസം നിങ്ങൾ ചെയ്താൽ മതി. ഇത് സ്കിൻ ടൈറ്റ് ആവുന്നതിനും സുഷിരങ്ങൾ ഷ്രിങ്കാവുന്നതിനും. അപ്പോൾ സുഷിരങ്ങൾ ഷ്രിങ്കായാൽ തന്നെ നമ്മുടെ ഈ ഓയിൽ പ്രൊഡക്ഷൻ കുറയുമല്ലേ, അപ്പോൾ തന്നെ നമ്മൾ ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഈ ചെറുപ്രായത്തിലുണ്ടാവുന്നത് നമുക്ക് ഒത്തിരി വ്യത്യാസം വരും കേട്ടോ. ഇനി ഒരു പാക്കും കൂടെ പറയട്ടെ. അതിന് നമുക്ക് ആവശ്യമുള്ളത് 2 എഗ്ഷെല്ല് നൈസായി പൊടിച്ച പൊടിയും, ഒരു 4 തുള്ളി ലെമൺ ജ്യൂസും, 1 സ്പൂൺ മിൽക്കും, 1 സ്പൂൺ ഹണിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക, മുഖത്ത് അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മളത് ഉണങ്ങുമ്പോൾ വാഷ് ചെയ്ത് കളയുക കേട്ടോ. വാഷ് ചെയ്ത് കളയുമ്പോൾ 2 പ്രാവശ്യം ആഴ്ചയിൽ 2 ദിവസം ഇതിട്ടാൽ മതി കേട്ടോ. എല്ലാ ദിവസവും ഒന്നും ഇടണ്ട, 2 ദിവസം ഇട്ടാൽ. ഇത് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് മാറ്റിയാൽ നല്ലതാണ്. അപ്പോൾ ആ തരുതരാന്നുള്ള കുരുക്കളൊക്കെ പൊക്കോളും. ഓക്കെ, ഇതാണ് 2 പാക്ക്. ഇനി ഞാൻ മുടിയിൽ നമുക്കിതെങ്ങനെയാണ് സ്കാൾപ്പിന് ഉള്ള ഗുണം എന്താ, സ്കാൾപ്പിന് പോഷകങ്ങൾ നൽകുന്നതിനും അതുപോലെ ഇതിലടങ്ങിയിരിക്കുന്ന കാൽസ്യവും മിനറൽസും എല്ലാം നമ്മുടെ മുടിവേരുകൾക്ക് ബലം നൽകുന്നതിനും സ്കാൾപ്പ് ക്ലിയർ ആവുന്നതിനും, അഴുക്കൊക്കെ പോയി ക്ലിയർ ആവുന്നതിനും നല്ലതാണ്. അതിന് നമ്മളൊന്നും ചെയ്യണ്ട. നമ്മൾ കുളിക്കുന്ന ഷാമ്പൂവിൽ 1 സ്പൂൺ ഈ എഗ്ഷെൽ പൗഡർ ഇടുക, നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് നമുക്ക് വാഷ് ചെയ്ത് കളയാം കേട്ടോ. എന്നിട്ട് ഷാമ്പൂ വാഷ് ചെയ്തോളൂ, നല്ല മൈൽഡ് ഷാമ്പൂ വെച്ച് വാഷ് ചെയ്തോളൂ. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ തേക്കുന്ന വെളിച്ചെണ്ണ, നമ്മൾ ഓയിൽ മസാജ് ചെയ്യുമല്ലോ, ഈ വെളിച്ചെണ്ണയിൽ 1 സ്പൂൺ എഗ്ഷെൽ പൗഡർ ഇടുക, നന്നായിട്ട് സ്കാൾപ്പൊക്കെ മസാജ് ചെയ്യുക. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് 5 മിനിറ്റ് നിങ്ങൾ മസാജ് ചെയ്യുക, 5-10 മിനിറ്റ് മസാജ് ചെയ്ത് അത് കഴിഞ്ഞ് ഒരു 20 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഷാമ്പൂ വാഷ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഹെയറിൽ ഉപയോഗിക്കാം. അപ്പോൾ ഹെയറിലുണ്ടാവുന്ന താരൻ, ചൊറിച്ചിൽ, അതുപോലെ സ്കാൾപ്പിലെ പൊടി, അഴുക്ക് ഇതെല്ലാം പോയി ഹെയറും സ്കാൾപ്പും ക്ലീൻ ആവും. ഓക്കെ, അപ്പോൾ നല്ലൊരു പോസ്റ്റല്ലേ, നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു ടിപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇനി ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എന്നെ വാച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണേ. ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.